ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് പ്രിപ്പറേഷൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ് പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ പ്രിപ്പറേഷൻ ഓഫ് നോൺ കറണ്ട് അക്കൗണ്ട്സുകളുടെ ആദ്യത്തെ നോൺ കറണ്ട് അക്കൗണ്ട് ആയ ഫിക്സഡ് അസറ്റ് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അറ്റ് കോസ്റ്റ് ആണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണോ എന്ന് നോക്കുക. അറ്റ് കോസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവാം? നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് അറ്റ് കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കും. അറ്റ് കോസ്റ്റ് ആണെങ്കിൽ 5 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. അതേസമയം റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ 4 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം. ആ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് തന്നെയാണോ എന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 1,32,500. ക്ലോസിംഗ് ബാലൻസ് 1,97,500. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 45,000. Closing balance of provision for depreciation 61,000. During the year, a machinery cost 67,000 was purchased for debentures. An old machine cost 40,000 was sold for 18,000, having accumulated depreciation of 34,000. ഇന്നലെ ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളൊന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയ്ക്കധികം പ്രോബ്ലംസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞോണം, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഓർഡർ, ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഓർഡറെങ്കിലും ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം നമുക്കതനുസരിച്ച് നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ആ ഓർഡർ എന്താണ്? ആദ്യം പ്രോഫിറ്റ് ഓർ ലോസ് ആണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അറ്റ് കോസ്റ്റ് ആണ് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നതുകൊണ്ട് എന്തായിരിക്കും? അറ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 അക്കൗണ്ട്സ് വരയ്ക്കണം. ദെൻ അടുത്തത് നമ്മൾ 2 അക്കൗണ്ട്സ് വരയ്ക്കുക. ആദ്യം പ്രോഫിറ്റ് ഓർ ലോസ്, നമ്മൾ ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ ലാഭമാണോ നഷ്ടമാണോ നോക്കുക. ദെൻ അറ്റ് കോസ്റ്റ് ആയതുകൊണ്ട് 2 അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ആദ്യം എന്ത് എഴുതണം? കോസ്റ്റ് ഓഫ് അസറ്റ് എഴുതണം. എത്ര രൂപ വിലയുള്ള അസറ്റാണ് നമ്മൾ വിറ്റിരിക്കുന്നത്? 40,000 റുപ്പീസ് വർത്തുള്ള അസറ്റാണ് വിറ്റിരിക്കുന്നത്. 40,000 മൈനസ് ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ആ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 18,000 ആണ്. അപ്പോൾ ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 18,000. അപ്പോൾ അതിൽ നിന്ന് 40,000 നിന്ന് 18,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 22,000 കിട്ടി. അതിൽ നമ്മൾ ഇനി ഇത് അടുത്ത എന്താണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്? ലെസ് സെയിൽസ് റെസിപ്റ്റ്. അത് എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? 34,000 റുപ്പീസിനാണ്. അപ്പോൾ ലെസ് സെയിൽസ് റെസിപ്റ്റ് 34,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യണം. 22,000 വർത്തുള്ള അസറ്റ് വിറ്റിരിക്കുന്നത് 34,000 റുപ്പീസിനാണ്. 22 രൂപ വിലയുള്ളത് 34 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. ലാഭമാണ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 12,000 റുപ്പീസ് പ്രോഫിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ അസറ്റിൻ്റെ സെയിൽസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? നമ്മൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ഇനി അടുത്ത് നമ്മൾ 2 അക്കൗണ്ട്സ് വരയ്ക്കും. അതിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി 2 അക്കൗണ്ട്സ് വരയ്ക്കാം. 2 അക്കൗണ്ടുകൾ അറ്റ് എ ടൈം വരയ്ക്കുക. ഏതൊക്കെ അക്കൗണ്ടുകളാണ്? ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഇവിടെ ഫിക്സഡ് അസറ്റ് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ഏതാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അപ്പം മെഷീനറി അക്കൗണ്ടും അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരയ്ക്കുക. ഓക്കെ, 2ഉം അറ്റ് എ ടൈം വരയ്ക്കുക. ആദ്യം ഇനി ക്വസ്റ്റ്യനിലത്തെ ഓരോ ഐറ്റംസും ഇതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് എന്താണ്? മെഷീനറിയാണ് തന്നിരിക്കുന്നത്. അത് ആദ്യം പോസ്റ്റ് ചെയ്യുക. അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസിന് വരിക. അപ്പോൾ ബാലൻസ് ബ്രോഡൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 1,32,500 എഴുതുക. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് 1,97,500 എഴുതി. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും ബാലൻസസ് ആണ്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ലയബിലിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 45,000 എന്ന് എഴുതുക. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 61,000 എഴുതുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യുന്നത്? അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. എ പ്ലാന്റ് കോസ്റ്റ് ₹67 വാസ് പർച്ചേസ്ഡ് ഫോർ ഡിബഞ്ചേഴ്സ്. നമ്മളൊരു പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചാൽ നമ്മൾ ഇതിൽ എഴുതാം? നമ്മൾ മെഷീനറി അക്കൗണ്ടിലാണ് എഴുതേണ്ടത്.
എന്താണ് എഴുതേണ്ടത്? ഇപ്പോൾ പർച്ചേസ് ചെയ്തത് കൊണ്ട് നമ്മുടെ അസറ്റ് കൂടി. അസറ്റ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് അസറ്റ് ഒക്കെ നമ്മൾ ഏത് സൈഡിലാണ് എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ അവിടെ തന്നെ എഴുതുക. എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്? ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ടാണ്, ക്യാഷ് കൊടുത്തിട്ടല്ല. അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് എഴുതിയിട്ട് എത്ര രൂപ പുറത്തുള്ളതാണ്? 67. അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്ന് എഴുതിയിട്ട് 67,000 എന്ന് എഴുതി. ഓക്കെ. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? ആ വിറ്റതിൻ്റെയാണ്. നമ്മൾ നേരത്തെ വിറ്റതിൻ്റെ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ് കിട്ടിയത്. പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് എമൗണ്ട് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ച? 12,000 കണ്ടുപിടിച്ചിരുന്നു. ആ 12,000 എഴുതാം. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 12,000 എന്ന് എഴുതി. ഉടനെ തന്നെ അതിൻ്റെ ബാങ്ക് റെസിപ്റ്റ് എത്രയാണ്? സെയിൽസ് റെസിപ്റ്റ് എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? 34,000 റുപ്പീസിനാണ്. അത് ഏത് സൈഡിൽ എഴുതേണ്ടത്? ആ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. 34,000 എന്ന് എഴുതി. ദെൻ ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി എൻ്റെ ആവശ്യമുള്ള അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. വിറ്റ അസറ്റിന് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ കോൺട്രാ എൻട്രി വരും. ഒരു എൻട്രി മെഷീനറി അക്കൗണ്ടിലും വരും, ഒരു എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലും വരും. മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 18,000 ക്രെഡിറ്റ് ചെയ്യുക. അതിൻ്റെ കോൺട്രാ എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക എന്തെന്ന് പറഞ്ഞിട്ട് മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി ക്വസ്റ്റ്യനോട് അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എഴുതാനുള്ളതിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എഴുതി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് ഷോർട്ടേജ് വരിക. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 2,49,500 കിട്ടും. ഡെബിറ്റ് സൈഡിൽ ഒരു 38,000 ഷോർട്ടേജ് ഉണ്ട്. മെഷീനറി അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസറ്റ് കൂടിയിട്ടുണ്ട്. ഒരു കമ്പനിയിൽ എങ്ങനെ അസറ്റ് കൂടുക? പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് അസറ്റ് കൂട്ടാനായിട്ട് പറ്റുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പർച്ചേസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാലൻസിങ് ഫിഗറായ 38,000 എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? പർച്ചേസ് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ ഇതിക്കോളൂ 38,000 എഴുതാം. അങ്ങനെ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ. അപ്പോൾ ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. അടുത്ത് നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കാം. ഏത് സൈഡിലാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 79,000 വരും. ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ടേജ് ഉണ്ട്. 34,000 റുപ്പീസിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതെന്താണ്? നമ്മൾ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിരിക്കും. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലാണ് ക്രെഡിറ്റ് സൈഡിലാണ് ഷോർട്ടേജ് വന്നതെന്ന് വെച്ചാൽ നമ്മളിത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എഴുതാൻ പാടില്ല. എന്തെന്ന് എഴുതണം? P&L അക്കൗണ്ടിന് എഴുതണം. P&L അക്കൗണ്ടിന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ബാലൻസ് ഫിഗറിന് എഴുതാം. എമൗണ്ട് ഡിഫറൻസ് എമൗണ്ട് ഷോർട്ടേജ് എമൗണ്ട് 34,000 ആണ്. അപ്പോൾ അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ചില ക്വസ്റ്റ്യനിൽ നേരിട്ടിട്ട് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ബാലൻസ് ആദ്യത്തെ തവണ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ തരാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തായിട്ട് കൊടുത്തു? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ല, കറണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിക്സഡ് അസറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞോളം തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു പ്രോബ്ലമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അതിനാണ് ഇത് നമുക്ക് ഈ സ്റ്റെപ്പിൽ കുറേ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഫസ്റ്റ് അക്കൗണ്ടായ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ. ഇനി അടുത്ത നോൺ കറണ്ട് അക്കൗണ്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട് ആണ്. ഓക്കെ. ആദ്യത്തേത് നമ്മൾ പഠിച്ച ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അക്കൗണ്ട് ആണ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പായ ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷന് രണ്ടാമത്തെ സ്റ്റെപ്പിലെ രണ്ടാമത്തെ അക്കൗണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇൻക്ലൂഡ് ഗുഡ് വിൽ, പേറ്റൻസ്, ട്രേഡ് മാർക്സ് എക്സെട്ര. സാധാരണ കോമൺ ആയിട്ട് വരുന്ന ബാലൻസ് ഷീറ്റിൽ വരുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ടുകളായിട്ട് വരുന്നത് ഗുഡ് വിൽ അക്കൗണ്ട്, അതുപോലെ പേറ്റൻസ്, ട്രേഡ് മാർക്സ് എക്സെട്ര. അതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത്. Any decrease in this account during the current year should be treated as amount written off, not as sale. അതായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് കുറഞ്ഞാൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്? നമ്മൾ അത് വിറ്റതായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് കൂടിയാൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാറുണ്ട്? അത് പുതിയതായിട്ട് പർച്ചേസ് ചെയ്തതായിട്ട് ട്രീറ്റാണ് ചെയ്യാറ്. അത് ഫിക്സഡ് അസറ്റ് കൂടിയാൽ പുതുതായിട്ട് പർച്ചേസ് ചെയ്തു, കുറഞ്ഞാൽ വിറ്റു എന്നാണ് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക.
പക്ഷെ ഗുഡ് വിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അങ്ങനെയല്ല. കൂടിയാൽ മേടിച്ചതായിട്ട് കുറഞ്ഞാൽ വിറ്റതായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞാൽ ഒരു വർഷത്തെ ഇപ്പോൾ 2010-ലെയും 11-ലെയും കമ്പയർ ചെയ്യുമ്പോൾ 2010-ന്റെ ഫിഗറിനേക്കാൾ കുറവാണ് 2011-ന്റെ ഫിഗർ എന്ന് വിചാരിക്കുക. അതായത് ഗുഡ് വിൽ അക്കൗണ്ട് കുറഞ്ഞു. അപ്പോൾ അത് വിറ്റതായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഷുഡ് ബി ട്രീറ്റഡ് ആസ് എമൗണ്ട് റിട്ടേൺ ഓഫ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. അതുപോലെ റൈറ്റ് ഓഫ് ചെയ്തായിട്ട് നമ്മൾ എഴുതി തള്ളിയതായിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലാണ്ട് സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറഞ്ഞത്, എനി ഡിക്രീസ് ഇൻ ദീസ് അക്കൗണ്ട് ഡ്യൂറിങ് ദ ഇയർ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എമൗണ്ട് റിട്ടേൺ ഓഫ്, നോട്ട് ആസ് സെയിൽ. ഒരു സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ എമൗണ്ട് എത്രയാണോ ഡിഫറൻസ് എമൗണ്ട്, സപ്പോസ് ഒരു ഫസ്റ്റ് ഇയറിലത്തെ നമ്മുടെ ഒരു 10,000 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് ഇയറിലത്തെ 5,000, അതായത് ആദ്യത്തെ കൊല്ലം 10,000 എന്നുള്ളത് രണ്ടാമത്തെ കൊല്ലാണ്ടേക്കും 5,000 ആയിട്ട് കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ 5,000 രൂപ എഴുതി തള്ളി എന്നാണ്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്തേണ്ടത്. ദി എമൗണ്ട് റിട്ടേൺ ഓഫ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ഷുഡ് ബി ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു ഫൈൻഡ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അങ്ങനെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത ആ എമൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അടുത്ത സ്റ്റെപ്പ്, ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. അതിൻ്റെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണ്. അടുത്തത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ പോണത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷൻ ആണ്. അങ്ങനെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേഷൻ നടത്തുമ്പോൾ അത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഈ റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട് ഇല്ലേ, ആ എമൗണ്ട് നമ്മളിനി പഠിക്കാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, then an increase in this account may be treated as purchase of these assets during the year unless otherwise stated. This should be treated as outflow of fund. നേരത്തെ ഞാൻ എന്നിട്ട് കാര്യം പറയാം, ഡിക്രീസ് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതേസമയം ഇൻക്രീസ് ആണെങ്കിൽ അത് പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതൊരു ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്, അപ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയ്ക്കുള്ളത്. ഇതിന് വേറെ പ്രോബ്ലംസ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇത്രയ്ക്കാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരിക. ഇതിൽ മെയിനായിട്ടും വരുന്നത് ഗുഡ് വിൽ, പേറ്റന്റ്, അതുപോലെ ട്രേഡ് മാർക്സ്, ഇതൊക്കെയാണ്. അതിന് 2 അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിച്ചാൽ മതി. ഗുഡ് വിൽ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെയിൽസ് അല്ല, റൈറ്റ് ഓഫ് ചെയ്തേക്കാണ്. ആ റൈറ്റ് ഓഫ് ചെയ്ത ഡിഫറൻസ് എമൗണ്ട് കാണിക്കേണ്ടത് ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പായ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ഈ റൈറ്റ് ഓഫ് ചെയ്ത എമൗണ്ട്. ഓക്കെ, അത് ഡിക്രീസ് ആണെങ്കിൽ. അതേസമയം ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻക്രീസ് ആണ് കണ്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഫിക്സഡ് അസറ്റ് ട്രീറ്റ് ചെയ്യണമെന്ന് തന്നെ അതെന്താണ്, ആ അസറ്റിൻ്റെ പർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. എന്തായാലും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുക, അപ്പോൾ അത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടാണ്. സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് വരാണ് ചെയ്യുക, അത് ഇൻഫ്ലോ ആയിട്ടും ട്രീറ്റ് ചെയ്യണം. ഇവിടെ പർച്ചേസ് ആയതുകൊണ്ട് ഔട്ട്ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അക്കൗണ്ട് ആയിട്ട് വരുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട്. ക്ലിയർ? ദെൻ തേർഡ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 2 അക്കൗണ്ടുകൾ പഠിച്ചു കഴിഞ്ഞു. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് പഠിച്ചു, അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട് പഠിച്ചു. ഇനി അടുത്ത് നോക്കാനുള്ളത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് അക്കൗണ്ട്സ്. മൂന്നാമത്തെ അക്കൗണ്ടാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് അക്കൗണ്ട്സ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ദീസ് ഇൻക്ലൂഡ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് എക്സെട്ര. നമ്മൾ കഴിഞ്ഞ ഇതിൽ ഷെഡ്യൂൾ വരച്ചപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എടുക്കാൻ പാടില്ല, അതൊരു കറണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം അവിടെ എടുക്കുന്നുണ്ടോ? അപ്പോൾ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസിൻ്റെ എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അതൊക്കെയാണ് സാധാരണ വരുന്ന ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ പ്രോബ്ലത്തിൽ വന്നാൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Any decrease in this account should be treated as the amount amortized during the year. അതായത് ഇനി ഈ പ്രിലിമിനറി എക്സ്പെൻസസ് കുറയാണെങ്കിൽ, ഡിക്രീസ് ആണ് കണ്ടെന്ന് വെച്ചാൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ആ എമൗണ്ട് നമ്മൾ നേരത്തെ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ എമൗണ്ട് നമ്മൾ അമോർട്ടൈസ് ചെയ്തു. അമോർട്ടൈസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചു, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് പോലെ കുറച്ചു എന്നാണ് പറയുക. അമോർട്ടൈസേഷൻ എന്ന് വെച്ചാൽ ശരിക്കും നമ്മളത് കുറച്ചു, അത്രയ്ക്ക് എമൗണ്ട് നമ്മൾ കുറച്ച് എഴുതി. അപ്പോൾ അതായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് 2 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ
പറയുമ്പോൾ ഫസ്റ്റ് ഇയറിനേക്കാൾ കുറവാണ് സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അമോർട്ടൈസേഷൻ, ആ റവന്യൂ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസിൻ്റെ അമോർട്ടൈസേഷൻ ആ വർഷം നടന്നിട്ടുണ്ടെന്നാണ്. ഓക്കെ, എനി ഡിക്രീസ് ഇൻ ദീസ് അക്കൗണ്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദി amount amortized during the current year. The same amount should be added to net profit to calculate fund from operation. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ആ എമൗണ്ട് ഡിഫറൻസ് എമൗണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, നമ്മളിനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേ സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ നടത്തേണ്ടത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ട് ഇതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തത്. ഇതിന് ഡിക്രീസാ വരുള്ളൂ, ഇൻക്രീസ് വരാറില്ല. ഓക്കെ, നമ്മൾ ഓരോ വർഷം ചെല്ലുന്നതോറും അത് കുറച്ചാണ് എഴുതുക, ഇൻക്രീസ് വരാറില്ല. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ അക്കൗണ്ട്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് അക്കൗണ്ട്. അത് കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അമോർട്ടൈസേഷൻ നടന്നിട്ടുണ്ടെന്നാണ്. ആ ഡിഫറൻസ് എമൗണ്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. സാധാരണ വരുന്ന ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സ്പെൻസസും അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസോ ഡിബെഞ്ചേഴ്സോ ആണ്. ഓക്കെ, ഫോർത്ത് അക്കൗണ്ട് ഈസ് റിസർവ് അക്കൗണ്ട്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിസർവ് അക്കൗണ്ടുകൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ദീസ് ഇൻക്ലൂഡ്സ് ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം എക്സെട്ര. സാധാരണ റിസർവ് അക്കൗണ്ടുകളായിട്ട് കോമൺ ആയിട്ട് വരുന്ന അക്കൗണ്ടുകൾ ജനറൽ റിസർവ് വരാറുണ്ട്, ക്യാപിറ്റൽ റിസർവ് വരാറുണ്ട്, ഷെയർ പ്രീമിയം ഇതൊക്കെയാണ് സാധാരണ വരാറുള്ളത്. Any increase in this account should be treated as amount transferred to reserve account out of profit or loss P&L appropriation account during the current year. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻക്രീസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ അക്കൗണ്ടിലേക്ക് പുതുതായിട്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻക്രീസ് ഈ റിസർവ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഇൻക്രീസ് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയറിനേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ഇയർ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ വർഷം എന്ത് നടന്നിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പുതുതായിട്ട് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ P&L ലാഭം കിട്ടിയതിൻ്റെ ഒരു ഭാഗമായിട്ട് ലാഭത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്തേണ്ടത്. ആൻഡ് ദ സെയിം എമൗണ്ട് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അങ്ങനെ നമ്മൾ പുതുതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത ആ എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞോണം തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, ഈ 2, 3, 4 അതൊക്കെ ഏതാണ്ട് റിലേറ്റഡ് ആണ്, പേര് മാത്രം വ്യത്യാസമുള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തത് എന്തായിരുന്നു, നമ്മുടെ ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിരുന്നു. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതുപോലെ തന്നെയായിരുന്നു. അത് കൂടല്ല ചെയ്യുക, അത് കുറയാണെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, കുറയാണെങ്കിൽ റൈറ്റ് ഓഫ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. കൂടിയാൽ പേർച്ചേസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത് പഠിച്ചത് മൂന്നാമതായിട്ട് ഏതാണ് നമ്മൾ പഠിച്ചത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്, കുറയാണെങ്കിൽ അത് അമോർട്ടൈസ് ചെയ്തു എന്ന് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ദെൻ റിസർവ് അക്കൗണ്ട് കുറയല്ല ചെയ്യുക, കൂടാണ് ചെയ്യുക. നമ്മൾ ആ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 2, 3, 4 ഈ 3 അക്കൗണ്ടുകളിലും അഡ്ജസ്റ്റ്മെൻറ്റ് സെയിം ആണ്. ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക, അത് എവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക, തേർഡ് സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചില്ലെങ്കിലും ഇങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. ഡിഫറൻസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസസ്, റിസർവ് അക്കൗണ്ട്, ഈ 3 അഡ്ജസ്റ്റ്മെൻറ്റ് സെയിം ആണ്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ. 5ാമത്തെ അക്കൗണ്ടാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനായിട്ട് വരുന്നത്. Provision for tax action given in the balance sheet can be treated either as current liability or non-current liability. അതായത് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നോൺ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് എടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ അതിലെ പ്രൊവിഷൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ എന്തായിട്ട് എടുത്തത്, കറണ്ട് ലൈബിലിറ്റി ആയിട്ടാണ് എടുത്തത്.
അപ്പോൾ അത് ഓപ്ഷണലാണ്. നമുക്ക് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതൊന്നല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. Provision for taxation may be treated as current liability when additional information regarding current year provision or tax is not given. അതായത് നമ്മൾ ആ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തത്? ആ ക്വസ്റ്റ്യനിൽ കറണ്ട് ലയബിലിറ്റിനെ കുറിച്ച് ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനെ കുറിച്ച് വേറെ അല്ലെങ്കിൽ ടാക്സ് പെയ്ഡെന്ന് അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ടാണ് നമ്മൾ ആ പ്രോബ്ലങ്ങളിലൊക്കെ എന്ത് ചെയ്തത്? പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തത്. അപ്പോൾ ക്വസ്റ്റ്യനിലെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ടാക്സ് പെയ്ഡിനെ കുറിച്ചോ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണുന്ന പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. അതേസമയം when additional information regarding the current year provision or amount of tax is given, it is better to treat as non-current liability. അതേസമയം അതിനെക്കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ ആ വർഷത്തെ ടാക്സ് പെയ്ഡിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തായിട്ട് എടുക്കണം? നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പഠിക്കേണ്ടത്. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണോ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണോ എന്നുള്ളത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റ് മാത്രം തന്നു. ആ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കിടക്കുന്നുണ്ട്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടോ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടോ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനോ അല്ലെങ്കിൽ ടാക്സ് പെയ്ഡെന്ന അങ്ങനെയൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്കത് എന്തായിട്ട് എടുക്കാം? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാം. അതേസമയം അഡീഷണൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ഓർ ടാക്സ് പെയ്ഡ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് ലയബിലിറ്റി. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ആ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ നമ്മൾ എന്തായിട്ട് എടുക്കണം? നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം. ഓക്കെ, if it is treated as current liability, it is shown only in the schedule of changes in working capital. അത് നമുക്കറിയാം. നമ്മൾ ഇത് ഒരു കറണ്ട് ലയബിലിറ്റിയാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചോണം ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എടുത്താൽ മതി. ജസ്റ്റ് ആ എമൗണ്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കറണ്ട് ലയബിലിറ്റി ആണോ നോൺ കറണ്ട് ലയബിലിറ്റി ആണോ നോക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ അതൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാനുള്ളത് നോൺ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. If it is treated as non-current liability, provision for tax action account is prepared. അതേസമയം നമ്മൾ കറണ്ട് ലയബിലിറ്റി അല്ലാണ്ട് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അക്കൗണ്ടിൻ്റെ പേരാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട്. ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് ലയബിലിറ്റി, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. The amount of provision made during the year towards tax action is credited to this account under the head P&L account. അങ്ങനെ നമ്മൾ ആ വർഷം നടത്തിയ പ്രൊവിഷൻ, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പോവാണ്. ഇനി അതിൽ നടത്തേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ടുവേർഡ്സ് ദ ടാക്സ് ആക്ഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട് അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. ആ വർഷം നടത്തിയ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അല്ലെങ്കിൽ ആ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ആ കൊല്ലത്തെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കാരണം കറണ്ട് ലയബിലിറ്റി ആണ്, ലയബിലിറ്റികൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഈ വർഷം പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊവിഷൻ കൂടിയ ലയബിലിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അസറ്റ് കൂട്ടണമെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ ലയബിലിറ്റി കൂട്ടണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് വരച്ചു. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടത് കറണ്ട് ഇയർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട് അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഒന്നാമത്തത്. Then the amount of income tax actually paid during the year is debited to this account under the head bank. അതുപോലെ ആ വർഷം കൊടുത്ത ടാക്സ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യാം അണ്ടർ ദി ഹെഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്
ഡെബിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ ഈ പ്രൊവിഷൻ കുറയ്ക്കണം. നമ്മൾ ഈ പ്രൊവിഷനിൽ നിന്ന് എടുത്തിട്ടാണ് ടാക്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വർഷം ഒരു 10,000 രൂപ ടാക്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്രൊവിഷനിൽ നിന്ന് നമ്മൾ 10,000 രൂപ എടുത്തു കൊടുക്കണു. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് എമൗണ്ട് കുറയ്ക്കണം. അത് ലയബിലിറ്റികൾക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. എന്തെന്ന് പറഞ്ഞിട്ട്? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ പിന്നെ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം. കറണ്ട് ഇയർ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട്. ദെൻ അടുത്തത് ആ വർഷം കൊടുത്ത ടാക്സ് അല്ലെങ്കിൽ ആ വർഷത്തെ ടാക്സ് പെയ്ഡ് ഡെബിറ്റ് ചെയ്യണം അണ്ടർ ദി ഹെഡ് ബാങ്ക്. ഓക്കെ. If any of these 2 information is missing, it should be taken as the balancing figure of the account. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് ഷോർട്ടേജ് വന്നതെന്ന് വെച്ചാൽ അതെന്തായിരിക്കും? കറണ്ട് ഇയർ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ആയിരിക്കും. അതേസമയം ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ടാക്സ് പെയ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ചില പ്രോബ്ലത്തിൽ രണ്ടും തന്നിട്ടുണ്ടാവും, നമ്മളോട് ബാലൻസ് ചെയ്യാനാണ് പറയുക. അതേസമയം ഏതെങ്കിലും ഒരു സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കറണ്ട് ഇയർ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ആണ്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കറണ്ട് ഇയർ ടാക്സ് പെയ്ഡ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനി ഓഫ് ദീസ് 2 ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ബാലൻസിങ് ഫിഗർ ഓഫ് ദാറ്റ് അക്കൗണ്ട്. നമ്മളുടെ ബാലൻസിങ് ഫിഗർ ആ ഒരു ഐറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. Then the amount of provision made during the current year should be added to net profit to find fund from operation. അപ്പോൾ നമ്മളിതിൽ 2 കാര്യത്തിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. അതിൽ പ്രൊവിഷൻ എന്ത് ചെയ്യണം? നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. നമ്മൾ നേരത്തേലൊക്കെ പഠിച്ചില്ലേ, ഇൻടാഞ്ചിബിൾ അസറ്റിലും അതുപോലെ ഡെഫേർഡിലൊക്കെ പഠിച്ചില്ലേ. അതുപോലെ തന്നെ ആ വർഷം കൊടുത്ത പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യണം. ദി എമൗണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഷുഡ് ബി ഷോൺ ആസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ടാക്സ് പെയ്ഡ് എന്തായിട്ട് നോക്കണം? നമ്മുടെ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്, നമ്മുടെ നിന്ന് കാശ് പോവാണ്. അപ്പോൾ അത് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യും വേണം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ കറണ്ട് ലയബിലിറ്റിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനെ കുറിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞേക്കുന്നത്. കറണ്ട് ലയബിലിറ്റി ആണോ നോൺ കറണ്ട് ലയബിലിറ്റി ആണോ നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി, തന്നാൽ നോൺ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുക. നോൺ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കറണ്ട് ഇയർ പ്രൊവിഷൻ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ കറണ്ട് ഇയർ ടാക്സ് പെയ്ഡ് ഡെബിറ്റും ചെയ്യാം. ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെങ്കിൽ അത് ബാലൻസിങ് ഫിഗർ അതിലേക്ക്, ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ അത് കറണ്ട് ഇയർ പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ വന്നാൽ ടാക്സ് പെയ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇനി കറണ്ട് ഇയർ പ്രൊവിഷൻ എവിടെ കാണിക്കേണ്ടത്? 3ാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യുക. ദെൻ ടാക്സ് പെയ്ഡ് 4ാമത്തെ സ്റ്റെപ്പിൽ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അക്കൗണ്ടായിട്ട് വരുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ. താങ്ക് യു.